ദൈവനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഇതിൻ്റെ കൃപയാൽ ആവർത്തന പുസ്തകം എന്ന വിഷയത്തിൻ്റെ 6-ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലമായിട്ട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ മുഖ്യ പ്രതിപാദ്യ വിഷയം എന്നുള്ളത് അനുസരണക്കേടിനുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നതായ ഉണ്ടാകുന്ന കെടുതികൾക്കുള്ള മുന്നറിയിപ്പാണ്. അനുസരണക്കേട് ഏതെല്ലാം നിലകളിൽ ദോഷം വരുത്തുമെന്നുള്ള കാര്യമാണ് ഇതിലെ മുഖ്യ പ്രതിപാദ്യമായിരിക്കുന്നത്. അഥവാ അനുസരിക്കാനുള്ളതായ പ്രബോധനം, അനുസരണക്കേട് വെടിഞ്ഞ് ദൈവജനങ്ങളെ അനുസരിപ്പാനുള്ളതായ ഒരു നിർദ്ദേശം നൽകുകയാണ്. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നിരുന്ന ദേശത്ത് നിങ്ങളെ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും നിന്നോട് ഞാനോട് കൽപ്പിക്കുന്ന ദൈവമായ യഹോവയുടെ കൽപ്പനകളും എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായി ഇരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അറിയിച്ചതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കണമെന്നും ഇത് കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. നമുക്ക് നന്നായിരിക്കണമെന്നായിട്ട് നാം ദൈവവചനം അനുസരിക്കുക എന്നുള്ളതാണ്. നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഉണ്ടോ? നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. മാത്രമല്ല നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനായിട്ട്, നിനക്കൊരു വർധനം ഉണ്ടാകുവാനായിട്ട് ഇതനുസരിച്ച് നടക്കണം. ഇവിടെ ദൈവവചനം എന്തുകൊണ്ടാണ്? നമ്മുടെ നന്മയ്ക്കാണ്, നമ്മുടെ അനുഗ്രഹത്തിനാണ്, നമ്മുടെ വിടുതലിനാണ്, നമ്മുടെ സന്തോഷത്തിനാണ്, നമ്മുടെ ആത്മരക്ഷയ്ക്കാണ്. അപ്പോൾ ദൈവവചനം തിരസ്കരിക്കുന്നതിലൂടെ നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഓരോ ക്ലാസ് കഴിയുന്നതോറും കൂടുതൽ ദൈവത്തോട് അടുപ്പാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേലിലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകം തന്നെ. എൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. കണ്ടോ, ദൈവത്തെ സ്നേഹിക്കണം എങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ കൃപകളെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി, ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി, ദൈവിക കരുതൽ മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കേണ്ടതായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ ഇരിക്കണം. ഇതെന്ത് ചെയ്യണം? ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യണം. ഇത് മറന്നു പോകരുത്. വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കുകയും നിൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. കണ്ടോ? അപ്പോൾ ഹൃദയത്തിൽ ഇരുന്നാൽ മാത്രം പോരാ, നീ എന്ത് ചെയ്യണം? മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കണം. നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ദൈവവചനത്തിൻ്റെ വ്യാപ്തി എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഇതേപറ്റി സംസാരിക്കുന്നവരായിരിക്കും. ആവോളം ദൈവവചനം മറ്റുള്ളവരുടെ അടുക്കിലേക്ക് എത്തുവാനായിട്ട് ഉത്സാഹിക്കുന്നവരായിരിക്കും. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ ദേശത്തെ ദൈവവചനം കൊണ്ട് നിറച്ചു ഒരു പദം കാണുന്നുണ്ട്. ഇന്നത്തെ ആധുനിക സംവിധാനമൊന്നും ഇല്ല. ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളില്ല. ഇന്നത്തെ പോലുള്ളതായ ഈ മറ്റ് മീഡിയാസ് ഒന്നുമില്ല. എന്നിട്ട് അവരായിരുന്ന ദേശത്തെ ദൈവവചനം കൊണ്ട് അവർ നിറച്ചു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് എത്രയോ സൗകര്യങ്ങളുണ്ട്. ഏതെല്ലാം നിലകളിൽ നമുക്ക് ഈ ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്.
അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ആളുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയ കയറി കുറ്റം പറയാറ്. സോഷ്യൽ മീഡിയ മോശമാണ്, മൊബൈൽ തെറ്റാണ്, ടി വി തെറ്റാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. കമ്പ്യൂട്ടർ തെറ്റാന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ചിലർ തെറ്റായ കാര്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. നിനക്ക് എന്തുകൊണ്ടിത് നല്ല കാര്യത്തിന് ഉപയോഗിച്ചുകൂടാ? ഫേസ്ബുക്കിൽ മോശമുണ്ടോ? ആയിക്കോട്ടെ, നിനക്ക് നന്മയ്ക്കൊണ്ട് ഉപയോഗിക്കാമല്ലോ. യൂട്യൂബിൽ മോശമുണ്ടോ? ആയിക്കോട്ടെ, നിനക്കത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ, അല്ലേ? അപ്പോൾ ഇതിൽ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളതല്ല, അത് ചീത്തയാണെന്ന് മാറി നിൽക്കുകയല്ല. ഇത് നമുക്ക് നല്ല കാര്യത്തിനുണ്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. എത്രത്തോളം സോഷ്യൽ മീഡിയയ്ക്ക് എത്രത്തോളം പോപ്പുലർ ആയിരിക്കുമ്പോൾ നമുക്കത് ദൈവവചന പ്രഘോഷണത്തിനായിട്ട് നമ്മളറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർ പറയുവാനായിട്ട് നമുക്ക് ആ ഇടങ്ങളെ ഉപയോഗിക്കാനേ കഴിയുന്നെങ്കിൽ അതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്ന ഇടയായിത്തീരും. ദൈവരാജ്യ വ്യാപ്തിക്ക് കാരണമായിത്തീരും. ഒരു പക്ഷേ എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയുന്ന വരികയില്ല, എല്ലാവർക്കും പാടുവാൻ കഴിയുന്ന വരികയില്ല. എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സന്ദേശം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അനേകരിലേക്ക് ഷെയർ ആയിക്കോളും, അല്ലേ? അങ്ങനെയും ഇതിൻ്റെ ഭാഗമായി തീരാം, നിങ്ങൾക്ക് സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി തീരാം നിങ്ങൾക്ക്. അതുകൊണ്ട് സഹായിക്കുക, നിങ്ങളെ ശുശ്രൂഷകളെ കൊടുത്ത് പ്രാർത്ഥിക്കുക, അവരെ കഴിയുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. ഒക്കെ നമുക്ക് ദൈവരാജ്യ നിർമ്മിതിക്ക് നമ്മുടെ പങ്കാളിത്തം ഉറപ്പിക്കുന്ന കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. അവയെ അടയാളം അതിൻ്റെ കൈമേൽ കെട്ടണം, അവൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയതിൻ്റെ വീടിൻ്റെ കട്ടളകളിൽ മേലും പടിവാളുകളിൽ എഴുതണം. ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഉലുതോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നീ അടിമവീടായ മിസ്രദേശത്തിന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. കേട്ടോ, ഒരുപാട് നന്മകളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നീ അവയെല്ലാം അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നീ എന്ത് ചെയ്യരുത്? ദൈവത്തെ മറക്കരുത്. ഇന്ന് പലർക്കും കുഴപ്പമെന്ന് അറിയാമോ? ഒരു ഗതിയും പരഗതിയില്ലാത്തപ്പോൾ ദൈവത്തെ വിളിച്ച് ദൈവത്തെ സേവിച്ച് അങ്ങനെയൊക്കെ പോയി ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കഴിയുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന അനുഭവമുണ്ട്. ഞാൻ പറയുമ്പോൾ ക്ഷമിക്കണം. പെന്തക്കോസ്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഈ വിശ്വാസ സത്യം മനസ്സിലാക്കി ഇറങ്ങിത്തിരിച്ചതായ പിതാക്കന്മാർ അവർ ആ കാലഘട്ടങ്ങളിൽ അവരുടെ ദേശങ്ങളിൽ അവർ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ബന്ധുക്കളാൽ അവർ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പൊതു ടാപ്പിൽ നിന്ന് പോലും വെള്ളമെടുക്കാൻ കഴിയുന്ന നിലകളായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതു കിണറ്റിൽ വെള്ളം വരാൻ പറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നടുവിൽ അവർ നിന്ന് സഹിച്ച് പരിഹാസം കേട്ട് ഇന്നത്തെ പോലെ വലിയ മണിമാളികളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്കാർക്ക്. ചാണകം മെഴുകിയ തറയും അങ്ങനത്തെ ഹോളും ഓലമേഞ്ഞ ഷെഡൊക്കെ ഉള്ള കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ. പക്ഷെ അവർ നിന്ന് സഹിച്ചു, ഒരു പരിഹാസം കേട്ടു, ഉപദ്രവം സഹിച്ചു. അവർ അറിഞ്ഞ സത്യത്തിനോട് നിലകൊള്ളുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അവരെയും അവരുടെ തലമുറകളെല്ലാം ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ കുഴപ്പം 1, 2, 3 തലമുറയൊക്കെ മാറി വന്നപ്പോഴത്തേക്കും അനുഗ്രഹങ്ങളെ പുറകെ ഓടിയ മനുഷ്യൻ അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെ മറന്നുപോയി. പെന്തക്കോസ്തിൻ്റെ 1ാം തലമുറ, 2ാം തലമുറ, 3ാം തലമുറ, 4ാം തലമുറയിൽപ്പെട്ടവരൊക്കെ ഒരു വർഷത്തിൽ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. പിതാക്കന്മാരുടെ സമർപ്പണം, പിതാക്കന്മാരുടെ ഭക്തി, അവർ വിശുദ്ധിക്കൊണ്ട് നിന്നത്, അവർ വേർപാട് അന്വേഷിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നും അതേ ഗൗരവത്തിൽ നിൽക്കാൻ കഴിയുന്നുണ്ടോ? നാം അവിടെ നിന്നൊക്കെ മാറിപ്പോയോ? ആരാധനയ്ക്കുള്ള ഉത്സാഹം, കൂട്ടായ്മയ്ക്കുള്ള ഉത്സാഹം, വചന പഠനത്തിലുള്ള ഉത്സാഹമൊക്കെ ഉണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം. എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ കാലഘട്ടങ്ങളിൽ വളരെ ശോഭിച്ച ദൈവദാസന്മാർ കടന്നു വന്ന്
ദൈവം പഠിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. കിലോമീറ്ററുകൾ നടന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് അത്രയും ദൂരം തിരിച്ചു നടന്ന് വീട്ടിലൊന്ന് കിടക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അതിന് പോകാൻ ആളുകൾ ഉത്സാഹമുള്ളവരായിരുന്നു. 8-10 കിലോമീറ്ററൊക്കെ നടന്നു പോയിട്ട് ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത് ആ 8-10 കിലോമീറ്റർ തിരിച്ച് നടന്ന് വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൂടെയൊക്കെ എനിക്കും പോകാൻ കൃതഭാഗ്യം തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും സ്വന്തമായി വാഹനങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ആളാമ്പ്രതി ഓരോരുത്തർക്ക് വാഹനങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. മിക്ക വീടുകളിൽ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. ഒരു 2 വീലറെങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമായിപ്പോൾ. നമ്മുടെ കിലോമീറ്ററുകൾ സഞ്ചരിക്കൊന്നും വേണ്ട. 1 കിലോമീറ്റർ ചുറ്റളവിൽ പോലും നമുക്ക് കൂട്ടായ്മകൾ, അല്ലെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ കൂട്ടായ്മകൾ ആചരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിത് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. സൗകര്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടായ്മയ്ക്കുള്ളതായ സന്തോഷവും ആഗ്രഹവും ഒക്കെ നമുക്ക് നഷ്ടമായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിൽ 1-ാം തലമുറ അനുഭവിച്ച കഷ്ടങ്ങൾ ദൈവത്തെ സേവിച്ചു, ദൈവത്തെ അനുഗ്രഹിച്ചു. 2-ാം തലമുറ കുറേ ആളുകൾക്ക് പോയി. 3-ാം തലമുറ ആയപ്പോഴത്തേക്കും കുറച്ചൊക്കെ അകന്നു പോയി. 4-ാം തലമുറയ്ക്ക് ആയപ്പോഴത്തേക്കും തീരെ ഇല്ലാതായിരിക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ ചിലരൊക്കെ പിതാക്കന്മാരെ സേവിച്ച ദൈവത്തെ ഇന്നും സേവിക്കുന്ന തലമുറകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നിരുന്നാൽ വ്യതിചലിച്ചു പോയ ഒരുപാട് പേരുണ്ട്. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കാണുവാനും ക്രമീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ ആ ക്രമീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ സംസ്കാര ശിശുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ ജന്മനാട്ടിൽ പോകാനിടയായിത്തീർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ചെറുപ്രായത്തിൽ ഞാൻ ആ ഭാഗത്ത് നിന്ന് പോകുന്ന ആളാണ്. അതുകൊണ്ട് ഇപ്പോഴവിടെയുള്ളതായ എൻ്റെ പ്രായമുള്ള ആളുകളെ പോലും കണ്ടാൽ എനിക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ എൻ്റെ മകനുമായിട്ട് ചിലർ സംസാരിച്ച് അങ്ങനെ ഞാൻ ഇന്നയാളുടെ മകനാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ആ പ്രിയപ്പെട്ടവർ എൻ്റെ അടുക്കൽ വരെ ഉണ്ടായി തീർന്നു. അപ്പോൾ അവരവരെ വീട്ടുകാരൊക്കെ പറഞ്ഞു, ബന്ധവും സ്വന്തമൊക്കെ പറഞ്ഞു. അതിലൊരു സഹോദരൻ, ഞങ്ങൾ അന്ന് ആ നാട്ടിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പെന്തക്കോസ്ത് കുടുംബങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു കുടുംബം മാത്രം ഞങ്ങളുടെ ആ ചുറ്റളവിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയപ്പെടുന്ന സ്ഥലങ്ങളിലായിട്ട് ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. ആ കുടുംബത്തിലെ 3-ാം തലമുറയിൽപ്പെട്ട ഒരുവനാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വേറെ ഒരു പെന്തക്കോസ്ത് കുടുംബം കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അവർ 3-ാം തലമുറയിൽപ്പെട്ട ആളുകൾ ദൈവത്തെ സേവിക്കുന്ന പറഞ്ഞ സന്തോഷമുണ്ട്. ഇവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് നിന്ദകൾ ആ കുടുംബം സഹിച്ചിട്ടുണ്ട്. ഒരുപാട് പരിഹാസങ്ങൾ അവരേറ്റിട്ടുണ്ട്. കാരണം ആ പ്രദേശത്ത് വേറൊരു പെന്തക്കോസ്ത് ഫാമിലി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ നിന്ദിക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് അടുത്ത പേരെടുത്ത് പറയാവുന്ന പല തറവാടുകളിലും പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോകുന്ന ആളുകളുണ്ട്. ആ പ്രദേശത്ത് വളരെ പ്രശസ്തി ഉള്ളതായ ഒരു തറവാട്ടിലെ ഒരംഗമാണ് ഞാനും. കൃപയാൽ കർത്താവ് എന്നെയും വിളിച്ച് വേർതിരിപ്പാനിടയായിത്തീർന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ മറ്റു ചിലരെയും കർത്താവ് വിളിച്ച് വേർതിരിപ്പാനിടയായിത്തീർന്നു. ഒരു കാലഘട്ടത്തിൽ ഈ മാർഗത്തെ നിന്ദിച്ച പരിഹസിച്ച ആ ഇടത്തുനിന്ന് കർത്താവ് ഞങ്ങളെയും വിളിച്ച് വേർതിരിപ്പാനിടയായിത്തീർന്നു. ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നന്മകൾ പ്രാപിക്കുമ്പോൾ ദൈവത്തെ മറന്നു പോകാതെ ദൈവത്തെ സേവിപ്പാൻ ഇടവരണമെന്ന കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നന്മകൾ ലഭിച്ചു കഴിയുമ്പോൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തെ വിട്ടുപോകാൻ ഇടവരാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ചതിനെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിക്കാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത് കേട്ടോ. പിന്നെ ദൈവത്തെ നീ വിട്ട് നീ വേറൊരു ദൈവത്തിന് പുറകെ പോകരുത്. ആ പ്രമാണം വിട്ട് വേറൊരു പ്രമാണത്തിന് പുറകെ പോകരുത്.
എന്ന് സംഭവിക്കും? അത് നിനക്ക് കഷ്ടവും നഷ്ടവും വരുത്തിയിപ്പാനിടയായിത്തീരും. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണമുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങൾ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങൾ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്നെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത നല്ലൊരു ദേശം നീ ഇന്ന് കൈവശമാക്കണമെന്ന് യഹോവ അരുളിച്ചതുപോലെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചുകളയേണ്ടതിനും യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമായുള്ളതിനെ ചെയ്യണം. അവിടെ എല്ലാം നീ നന്നായിരിക്കണമെന്ന്, നീ ശുഭഭാവി ഉണ്ടാകണമെന്ന്. അപ്പോൾ നമ്മൾ ഈ ദൈവനും അനുസരിക്കണം എന്തിനുകൊണ്ടാണെന്ന് നശിച്ചു പോകാതിരിപ്പാൻ, ശുഭഭാവി ഉണ്ടാകുവാൻ പ്രമാണങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമായുള്ളത് ചെയ്യണം. നമ്മുടെ ദൈവമായ യഹോവ അതിനോട് കൽപ്പിച്ചുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്തെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നിന്റെ മകനോട് പറയേണ്ടതെന്നാൽ ഞങ്ങൾ മിസ്രൈമിൽ ഫറവോന് അടിമകളായിരുന്നു. എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിസ്രൈമിൻ്റെയും ഫറവോൻ്റെയും സകല കുടുംബത്തിൻ്റെയും മേൽ ഞങ്ങൾ കാണെ യഹോവ മഹത്വവും ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാർ സത്യം ചെയ്ത ദേശം തരുവാൻ അത് കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കുവാൻ, ഇന്നത്തെ പോലെ നമ്മുടെ ജീവനോടെ രക്ഷിക്കുന്നതിനുമായി നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും എല്ലാ ചട്ടങ്ങളെയും ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു. നമ്മുടെ ദൈവമായ യഹോവ നമ്മൾ കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുമ്പാകെ സകല കൽപ്പനകളെയും ആചരിപ്പാൻ തക്കോണം കാത്തുകൊള്ളുന്നെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. അവിടെ എല്ലാം ഈ ചട്ടങ്ങളെ പ്രമാണിക്കുക എന്നുള്ളതായ ഉദാഹരണം നൽകുകയാണ്. നമ്മൾ വീണ്ടും 7-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിവാദി വിഷയം എന്നുള്ളത് വിഗ്രഹാരാധനയുള്ള ബന്ധത്തിൽ അവരോടുള്ള ഒരു സംസർഗം പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, ഫെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നീ 7 ജാതികൾ അതിന് മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹസംബന്ധം ചെയ്യരുത്. പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുക അരുത്. അന്യദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം: അവരുടെ ബലിപീഠങ്ങൾ ഇടിക്കണം, അവരുടെ ബിംബങ്ങളെ തകർക്കണം, അവരുടെ അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം. ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കണമെന്ന് ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ടും അത്ര യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രൈമിൽ രാജാവായ ഫറവോന്റെ അടുക്കൽ നിന്നും വിട്ടെടുത്തത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദൈവവും പാലിക്കുന്നു. നിന്നെ പാലിക്കുന്നവരെ നശിപ്പിപ്പാൻ അവർക്ക് നേരിട്ട് പകരം കൊടുക്കുന്നു. നിന്നെ പകയ്ക്കുന്നതിന് അവൻ താമസിയാതെ നേരിട്ട് പകരം കൊടുക്കും. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടക്കണം. നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ട് പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വന്തിനും വന്ധിയും നിങ്ങളിലാകട്ടെ നാൽക്കാലിലാകട്ടെ ഉണ്ടാകുകയില്ല. യഹോവ സകല രോഗവും നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നീ അറിഞ്ഞിരിക്കുന്ന മിസ്രൈമിന്റെ വ്യാധികളിൽ ഒന്നും അവൻ നിന്റെ മേൽ വരുത്താതെ നിന്നെ ദേഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും. നിന്റെ ദൈവമായ യഹോവ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സകലജാതികളെയും നീ മുടിച്ചു കളയണം. നിനക്ക് അവരോട് കനിവ് തോന്നരുത്. അവരുടെ ദേവന്മാരെ നീ സേവിക്കരുത്. അത് നിനക്ക് കെണിയായിത്തീരും. ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പമുള്ളവർ അടുക്കളവാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന് നീ എൻ്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും. എന്നാൽ അവരെ ഭയപ്പെടരുത്. നിന്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാ മിസ്രൈമ്യരോടും ചെയ്തതായി
നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം. നീ പേടിക്കുന്ന സകലജാതികളോടും നിന്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യും. അത്രയുമല്ല, ശേഷിച്ചിരിക്കുന്നവരും നിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചു കൊള്ളുന്നവരും നശിച്ചു പോകും വരെ നിന്റെ ദൈവമായ യഹോവ അവരുടെ ഇടയിൽ കടലിനെ അയക്കും. നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരമായ ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. ആ ജാതികൾ അതിൻ്റെ ദൈവമായ യഹോവ കുറേശ്ശെയായി നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. കാട്ടുമൃഗങ്ങൾ പെരുകി നിനക്ക് ഉപദ്രവമാകാതിരിപ്പാൻ അവരെ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാ. ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ നശിച്ചു പോകും വരെ അവർക്ക് മഹാപരാഭവം വരുത്തുകയും ചെയ്യും. അവരെ രാജാക്കന്മാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരുടെ പേര് ആകാശത്തിന് കീഴിൽ നിന്ന് ഇല്ലാതാക്കണം. അവരെ സംഹരിച്ച് തീരുവോളം ഒരു മനുഷ്യന് മുമ്പിൽ നിൽക്കുകയില്ല. അവരുടെ ദൈവപ്രതിമകളെ തീരിട്ട് ചുട്ടുകളയണം. നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ അവയിന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ചെടുത്തു കൊള്ളരുത്. അതിൻ്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. നീയും അതുപോലെ ശവമായി തീരാതിരിക്കണമെന്ന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം. അത് ശാപഗ്രസ്തമല്ലോ. വ്യക്തമായ നിർദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ജനത്തിന് നൽകുകയാണ്. ദൈവത്തെ സേവിക്കുന്നതിനായുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്തം നൽകുകയാണ്. എന്താണ്? നിങ്ങളിൽ നിന്നൊന്നും വ്യതിചലിച്ചു പോകരുത്, വഴിമാറി പോകരുത്, ഇതനുസരിക്കണം എന്നുള്ളതായ വലിയ പ്രമാണം കൊടുക്കുകയാണ്. അത് എന്തിനു വേണ്ടി? അവർ ശുഭമായിരിക്കുവാനാണ്, അവർ നന്നായിരിക്കുവാനാണ്, അവർ അഭിവൃദ്ധി പ്രാപിക്കുവാനാണ്, അവർ രോഗം വരാതിരിക്കാനാണ്, ബാധകളിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കാനാണ്. അങ്ങനെ എല്ലാ നിലകളിലും ഈ ജനം പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ആവശ്യമായ വ്യവസ്ഥകളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെടുന്നു. നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ വചനം പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാകും. ഇസ്രായേലിന് കൊടുത്ത കൽപ്പനകളാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പനകളാണ് ഇതൊക്കെയും. അപ്പോൾ തന്നെ അവൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുക എന്നുള്ളത് നമുക്ക് ഉള്ള പ്രമാണമായതുകൊണ്ട് തന്നെ നമ്മളതിനെ ആവോളം അനുസരിപ്പാനായിട്ട് ഏൽപ്പിച്ചെടുക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഏതെങ്കിലും തലങ്ങളിലൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ഒരു ക്രമീകരണം വരുത്തി പൂർണ്ണമായ ഒരു അനുസരണത്തിലേക്ക് ദൈവിക പ്രമാണത്തോടെ വിധേയപ്പെടുത്താൻ വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരും, ഉന്നതിക്ക് കാരണമായി തീരും, ഉയർച്ചയ്ക്ക് കാരണമായി തീരും, അഭിവൃദ്ധിക്ക് കാരണമായി തീരും. മറിച്ച് നാം അനുസരിക്കാതെ പോകുമ്പോൾ നമ്മുടെ നാശത്തിനും ദോഷത്തിനും ശാപത്തിനും കാരണമായി തീരും എന്നുള്ള മുന്നറിയിപ്പ് ഇതനുസരിക്കുവാനായിട്ടുള്ള ഉത്സാഹം നമ്മൾ വർദ്ധിപ്പിക്കാൻ ഇടയായിത്തീരട്ടെ. സമർപ്പിക്കാം. ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ദൈവനം അനുസരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ഇസ്രായേലിൽ നീ കൊടുത്ത കൽപ്പനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടവ പ്രാവർത്തികമാക്കുള്ള കൃപ നൽകപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ദൈവത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചവരായി തീരുവാൻ, ഈ പഠിത്തങ്ങളെല്ലാവരും ദൈവത്തിൽ അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാൻ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്ത മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതുവരെ അവന് കഴിയാത്തവരെ കർത്താവ് അനുഗ്രഹിച്ച് ഞങ്ങൾ നിന്നെ അനുസരിപ്പാൻ കർത്താവ് സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ തീരുമാനമെടുത്തവർ ആരെങ്കിലും വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലെയുമാറാകണം, കരുണ കാണിക്കണമേ. ഒരു മടങ്ങി വരുവാൻ കർത്താവ് സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ ജനവും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, അഭിവൃദ്ധി പ്രാപിപ്പാൻ, വിശ്വാസത്താൽ കർത്താവായ യേശുമുള്ള ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശങ്ങൾ ശ്രമിച്ച് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവ് ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെ കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക, ശുശ്രൂഷ എടുത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.